वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMACT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30-ാം തീയതി, അതായത് ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു. മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത്. അതുമാത്രമല്ല, മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ്. അതായത് മേടം 1-ാം തീയതി മുതൽ മേടം 10-ാം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക. മേടം 1-ാം തീയതി മുതൽ മീനം 30-ാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത്. സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടക രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില. വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം 31-ാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം 4-ാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും. മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സംക്രമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ്. അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം. വിഷു സംക്രമ ബലമായി പൂയ നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ പുതിയ വാഹന ലാഭമൊക്കെ ഉണ്ടാകും. നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വലിയ വാഹനമൊക്കെ വാങ്ങിക്കാനുള്ള ഇടവരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്കൊക്കെ അംഗീകാരം ലഭിക്കും. സാധു കുടുംബത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വഴി മനസ്സമാധാനം കണ്ടെത്തും. ഇടവ മാസത്തിൽ സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പുകളിലുമൊക്കെ വിജയിക്കും. ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. മക്കളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കുവാനുള്ള നിർബന്ധമുണ്ടാകും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാനൊക്കെ നിർദ്ദേശങ്ങൾ തേടും. മിഥുന മാസത്തിൽ വിവിധങ്ങളായ പ്രവർത്തികളിൽ നിശ്ചിത സമയപരിധിക്കുൾ ചെയ്തു തീർക്കുന്നതിന് നിർബന്ധിതനാകും. ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങും. ഓർമ്മശക്തിക്കുറവ് കൊണ്ട് പണമിടപാടുകളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറും. കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവും ഒക്കെ തോന്നിപ്പിക്കും. സ്വസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിയുന്നത് കൊണ്ട് വളരെയധികം ആശ്വാസമാകും. കർക്കിടക മാസത്തിൽ ഉപഭോക്താവിൻ്റെ താല്പര്യമൊക്കെ പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമൊക്കെ കൂട്ടാൻ നടപടികളെടുക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രമൊക്കെ ലഭിക്കും. സങ്കീർണമായ വിഷയങ്ങളാണെങ്കിലും സമയോചിതമായും യുക്തിപൂർവവുമായ ഇടപെടലുകളാൽ അനിശ്ചയാവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. ചിങ്ങമാസത്തിൽ ആത്മവിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം തുടങ്ങിയ എല്ലാം പ്രവർത്തനക്ഷമതയ്ക്കും ആഗ്രഹ സാഫല്യത്തിനുമൊക്കെ വഴിയൊരുക്കും.
ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആശ്വാസമുണ്ടാകും. ഗുരു കാരണവന്മാരുടെ വാക്കുകളൊക്കെ അനുസരിക്കുന്നത് കൊണ്ട് സർവകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനമൊക്കെ ഉണ്ടാകും. കടം കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ചു ലഭിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനമുണ്ടാകും. കന്നിമാസത്തിൽ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനൊക്കെ സാധിക്കും. സന്താന ഭാഗ്യത്തിനുള്ള യോഗവും ഉണ്ടാകും. വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവുമൊക്കെ പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കും. വിദേശത്ത് താമസിക്കുവാനുള്ള ഇടവരും. പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം, അതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാനവുമൊക്കെ വന്നു ചേരും. തുലാമാസത്തിൽ ആരോഗ്യനില മെച്ചപ്പെടും. ചികിത്സകളൊക്കെ വലിച്ചു തുടങ്ങും. അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ബന്ധുവിൻ്റെ വിയോഗം ദുഃഖത്തിലാഴ്ത്തും. പ്രവർത്തനങ്ങളും ആശയങ്ങളും ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്നു കരുതുന്ന രേഖകളൊക്കെ തിരിച്ചു കിട്ടും. വൃശ്ചിക മാസത്തിൽ കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലികളിലൊക്കെ ഒപ്പുവയ്ക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. ദാമ്പത്യ ഐക്യമൊക്കെ ഉണ്ടാകും. ബൃഹത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടുത്തുവാനിട വന്നതുകൊണ്ട് ആത്മാഭിമാനമൊക്കെ തോന്നിപ്പിക്കും. സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നത് കൊണ്ട് ആശ്വാസമാകും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗമൊക്കെ ലഭിക്കും. ധനുമാസത്തിൽ കുടുംബ ബന്ധം നിലനിർത്തുവാനും സ്വത്ത് തർക്കം പരിഹരിക്കുവാനുമൊക്കെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വന്നു ചേരും. ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് കൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും. സ്വയം ഭരണാധികാരം ലഭിച്ചതുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവകാര്യങ്ങളും ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരികൾ ഏൽപ്പിച്ച പദ്ധതികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. മകരമാസത്തിൽ അനാവശ്യമായ ആദി ഒഴിവാക്കണം. സമാന ചിന്തകളുള്ളവരുമായിട്ടൊക്കെ സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനും ഇടവരും. ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും. ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം വേണ്ടതായിട്ട് വരും. കുംഭമാസത്തിൽ ആർഭാടങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി മിച്ചം വയ്ക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. കീഴ് ജീവനക്കാരെ നിയന്ത്രിക്കുവാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കും. വ്യക്തമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ട് അന്യരെ പറ്റിയുള്ള അബദ്ധധാരണകളൊക്കെ ഒഴിഞ്ഞു പോകും. വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ചതനുസരിച്ച് വിദേശത്ത് സ്ഥിര താമസാനുമതിയൊക്കെ ലഭിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധിച്ചെടുക്കാൻ കഴിയും. മീനമാസത്തിൽ കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനമൊക്കെ തുടങ്ങും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായമൊക്കെ തേടേണ്ടി വരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ സഹകരിക്കും. അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം. പൊതുവെ ഈ വർഷ വിഷുബലം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.